നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞതാ ഇങ്ങനെ പ്രേതാലയം പോലെ കിടക്കുന്ന വീട് നമുക്ക് വാടകയ്ക്ക് വേണ്ടെന്ന്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം നിങ്ങൾ കേൾക്കൂ. അതിനെന്താടി കുഴപ്പം? നീ വീട് ആദ്യം നോക്ക്. ചേട്ടാ ഇതാണോ വീട്? വിഴിഞ്ഞം തുറമുഖം കണ്ണിലെണ്ണ വീടല്ല ഇത്. അങ്ങനെ ചൂടനാന്ന് തോന്നുന്നു കേട്ടോ. അയാൾ ചൂടനൊന്നുമല്ല, ബ്രോക്കർ പറഞ്ഞു വിട്ടതല്ലേ. അയാൾ ഈ വീട്ടിന്റെ ഓണറാണ്. പോരാത്തതിന് ജോത്സ്യനും. ഒരു ജോത്സ്യനും അങ്ങനെ പെട്ടെന്ന് കയറി ചൂടാവാൻ പറ്റൂല. അത് ജോത്സ്യന്മാർ അങ്ങനെയാണ്. ഉത്തരത്തിനൊന്നും വലിയ ബലമില്ല കേട്ടോ. ആര് പറഞ്ഞു വല്ലല്ലാന്ന്? 3 പേര് കെട്ടി തൂങ്ങിച്ചത്തല്ല, കല്ല് പോലെ ഇരുന്ന് ഉത്തരവല്ല. സത്യത്തിൽ പ്രേതം ഉണ്ടോ? സത്യത്തില് പ്രേതമല്ല, വെള്ളി നക്ഷത്രത്തിലെ കിടുക്കാച്ചിയുടെ പ്രേതമുണ്ട്. ഇവിടെ കാണാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ ആ പടം കാണാൻ പോയതാ. സത്യം. തമാശക്കാരനാണല്ലേ? തമാശക്കാരനാണോന്ന് എന്റെ തമാശ കേട്ടിട്ട് കൗണ്ടർ രാജ അവാർഡ് വരെ എനിക്ക് ഇവര് തന്നിട്ടുണ്ട്, അറിയാവോ? എനിക്ക് തമാശക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഇടയ്ക്ക് തമാശയൊക്കെ പറയും. പിന്നെ ഇത്രയും വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ല. ഞാൻ എന്തിനു പേടിക്കണം? ഞാനൊരു ജോത്സ്യനല്ലേ. പിന്നെ എത്ര കൊടി കെട്ടിയ യക്ഷയായാലും ഒരൊറ്റ നോട്ടത്തിൽ ഞാൻ തിളയ്ക്കും. അങ്ങനെയല്ലേ ഞാൻ സുമതിയിലെ തിളച്ചത്. സുമതി വളവിലെ യക്ഷിയോ? എവിടെ? എന്റെ പെണ്ണുമ്പിള്ള സുമതിനാന്ന്. അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോ ഒരൊറ്റ നോട്ടം നോക്കിയുള്ളൂ. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ അവിടെ വീണു. ഇതിനെ ഞങ്ങൾ പോലീസ് ഭാഷയിൽ പറയുന്നത് എന്താണെന്ന് അറിയുമോ? നോക്കി തലയിലായ കേസെന്നാ. ഭാഷ മാത്രമല്ല, കാര്യവും പറയും. ഇടയ്ക്കൊക്കെ